ഹലോ, ഞാൻ അഡ്വക്കേറ്റ് നിതിനാണ്. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഒരു അഡ്വക്കേറ്റ് സുഹൃത്തുമായിട്ട് സംസാരിച്ചു. അപ്പം അദ്ദേഹം ഒരു വിഷമം അദ്ദേഹത്തിന്റെ ഒരു പ്രയാസം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതെല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുക. എന്താണെന്ന് വെച്ചാല് അദ്ദേഹത്തിന് ഒരു ക്ലയന്റ് വന്നു, ഒരു ഡിവോഴ്സ് കേസ്. അപ്പൊ വാദി എന്ന് പറയുന്ന വാദിഭാഗമാണ് അദ്ദേഹം. വാദി എന്ന് പറയുന്നത് ഒരു ലേഡിയാണ്. അദ്ദേഹത്തിന് ആ ലേഡിക്ക് ഡിവോഴ്സ് വേണം, അതാണ് ആ ലേഡിയുടെ ആവശ്യം. അപ്പം ആരും ഉപദേശിക്കുന്ന പോലെ എന്റെ സുഹൃത്ത് ഉപദേശിച്ചു. ആ ലേഡിയുടെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഡിവോഴ്സ് വേണോ, ഒന്നും കൂടെ ഒത്തുപൊക്കൂടെ, റീജോയിൻ ചെയ്ത് നോക്കിക്കൂടെ എന്നൊക്കെ ഒന്ന് സംസാരിച്ചു. പിന്നീട് അവരുടെ ഇഷ്ടം. അപ്പം അവര് അത് ഡിവോഴ്സ് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കേസ് ഫയൽ ചെയ്തു, വക്കാലത്തൊക്കെ ഒപ്പിട്ട് കേസ് ഫയൽ ചെയ്തു. അങ്ങനെ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പ്രതിഭാവം എന്ന് പറയുന്ന ഈ ലേഡിയുടെ ഹസ്ബൻഡ്. അപ്പൊ ഈ പ്രതിഭാവം വക്കീലും എന്റെ സുഹൃത്തുക്കളാണ്. ഇപ്പം എല്ലാ അഡ്വക്കേറ്റ്സും നമ്മളെല്ലാരും സുഹൃത്തുക്കൾ തന്നെ. ഇപ്പം നമ്മള് ഒരേ ജോബ് ചെയ്യുന്നവരല്ലേ, അപ്പൊ അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം തന്നെ, ശത്രുതയൊന്നും ഇല്ല ആരും തമ്മിൽ. അപ്പം ഒരു ദിവസം കേസ് കഴിഞ്ഞ സമയത്ത് ഈ ലേഡി എന്റെ ഫ്രണ്ടും മറ്റേ എതിർഭാഗം വക്കീലും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടു, ഒരുമിച്ച് പോകുന്നത് കണ്ടു. അപ്പം ഈ ലേഡി പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് വക്കീലിനോട് പറഞ്ഞു, എനിക്ക് കേസ് തൊട്ടാൻ താല്പര്യമില്ല, വക്കാലത്ത് റിലിങ്ക്യൂഷ് ചെയ്യണം, എനിക്ക് മറ്റേ വക്കീലുമായിട്ട് ഒത്തുകളിച്ച ഈ പിന്നെ ഒരുമിച്ച് റീജോയിൻ ചെയ്യാൻ അവരുടെ പക്ഷം നിന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞത് ആരും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഡിവോഴ്സ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരു വക്കീലെന്നല്ല ആരും പറയത്തില്ല രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു പോകാൻ. എല്ലാരും പറയുന്നത് ഒന്നിച്ചു പോകാൻ നോക്കിക്കൂടെ. പിന്നീട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പറ്റത്തില്ല എന്ന് കണ്ട ആരും പിന്നെ കൂടുതൽ ഉപദേശിക്കാൻ പോകത്തില്ല. അതാണ് സത്യം. അത് ആരും പറയുന്ന കാര്യമേ അദ്ദേഹവും പറഞ്ഞുള്ളൂ, എന്റെ സുഹൃത്തും പറഞ്ഞുള്ളൂ. അപ്പൊ ഈ ലേഡി പറയുന്ന ഇതാണ്, അവര് തമ്മിൽ അഡ്വക്കേറ്റ്സ് തമ്മിൽ സംസാരിക്കുന്നതും ഒരുമിച്ച് പോകുന്നതും കണ്ടു. അതുകൊണ്ട് അവര് തമ്മിൽ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ അഡ്വക്കേറ്റ്, എന്റെ സുഹൃത്ത്, ആ ഹസ്ബൻഡിന് ഫേവറായിട്ട് നിൽക്കുക, ഹസ്ബൻഡിന്റെ വക്കീലിന് ഫേവറായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അതാ ഒരുമിച്ച് പോകാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മള് എല്ലാ പ്രൊഫഷനിലും ആരും ശത്രുക്കളായിട്ട് നിൽക്കത്തില്ല, എല്ലാവരും സുഹൃത്തുക്കൾ തന്നെ. പക്ഷെ ഒരിക്കലും ആ സൗഹൃദം നമ്മുടെ ക്ലയൻസിന്റെ കേസുകളെ ഒരിക്കലും ബാധിക്കത്തില്ല. അങ്ങനെ ഒരു അഡ്വക്കേറ്റ്സും ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യുന്ന ചുരുക്കം ആൾക്കാർ കാണും. അതിപ്പോ ഏത് പ്രൊഫഷനിലായാലും ഇത്തിരി കള്ളത്തരവും ഉടായ്പും കാണിക്കുന്ന ഏതെങ്കിലും ഒക്കെ ആൾക്കാർ ചെറുതായിട്ട് ചെറിയ രീതിയിൽ കാണും എന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഒരു 100% ഒരു 5% ഒക്കെ കാണും, അല്ലെങ്കിൽ 10% അങ്ങേയറ്റം പോയാൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പ്രവർത്തിക്കുന്നവർ കാണും. പക്ഷെ ഒരു 90% അഡ്വക്കേറ്റ്സും